ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ മോൾക്കുട്ടി മോൾക്കുട്ടി ഇവിടെ ഞാൻ നീ ഉള്ളതെന്ന് പോവാം, അടച്ചിട്ട് പോവാം. കട അടച്ചിട്ടേ മുതലാളി. സാരി നേരത്തെ ഇടുന്ന ഈ നാട്ടിലെ ഇങ്ങനൊരാൾ ചോദിക്കുന്നത് ഇത് ആദ്യമായിട്ടാ. വല്ലപ്പോഴും അല്ലേ മോളെ വീട്ടിനകത്ത് കൃത്യസമയത്ത് കയറി കിടന്ന് ഉറങ്ങുന്നത്. പണ്ട് ഇത് വല്ലതും ഉണ്ടായിരുന്നോ? ഞങ്ങള് കുറെ ആളുകള് ഏത് നേരവും ഈ കവലെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അമ്പലത്തിലോ ആൽത്തറയിലോ കാണും. എന്നാലേ സാറ് കാണിച്ചത് ശരിയായില്ല. രാവിലെ സാറിന് ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോവായിരുന്നു. എന്റെ കൊച്ചെ, വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനത് ഒഴിവാക്കുമായിരുന്നോ? കാര്യങ്ങൾ കൃഷ്ണമോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളെ, രാത്രി കുറച്ചുകൂടെ നേരത്തെ അടച്ചു കേട്ടോ. ഇത്രയും ലേറ്റ് ആക്കണ്ട. നാളെ തുടങ്ങി അത്രേ ഉള്ളൂ സാർ. ഇന്ന് പിന്നെ തുടക്കായതുകൊണ്ട്. ഇന്നത്തെ കച്ചവടം എങ്ങനെ? പൊടി പിടിച്ചോ? ഇന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു സാർ, എല്ലാവരും എടുത്തു. പക്ഷേ നാളെ മുതൽ എങ്ങനെയാവും അറിഞ്ഞൂടാ. അതിനൊരു വഴിയുണ്ട്. നമ്മൾ ഈ ലോട്ടറി കടയുടെ മുമ്പിലൂടെ പോകുമ്പോ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? 60,000 അടിച്ചു, 70,000 അടിച്ചു എന്നൊക്കെ. നമുക്ക് നാളെ തന്നെ 2 പ്രിന്റ് ചെയ്ത് ഒട്ടിക്കാന്നേ. അതൊന്നും വേണ്ട. ഒരു കള്ളത്തരവും നമുക്ക് കാണിക്കണ്ട. അല്ലാതെ വിറ്റു പോകുന്നത് വിറ്റു പോയാ മതി. കണ്ടോ സാറേ, എന്തെങ്കിലും ഒരു ബിസിനസ് ട്രിക്ക് പറഞ്ഞു കൊടുത്താ അപ്പ അവള് സത്യം മാത്രമേ പറയൂ. അതത്ര മോശം ക്വാളിറ്റി ഒന്നും അല്ലല്ലോ മോളിക്കുട്ടി. ഒരാൾക്ക് അങ്ങനെ ഒരു ആദർശം ഉണ്ടെങ്കിൽ അയാളത് പാലിക്കട്ടെ. അപ്പ പിന്നെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. മോളെ അടയ്ക്കല്ലേ? എന്തായാലും ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ആദ്യത്തെ ദിവസം അടയ്ക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. അപ്പൊ എല്ലാ അർത്ഥത്തിലും പങ്കെടുത്തു. അല്ല, സാറിന്റെ വണ്ടി എവിടെ? ഓ, അത് കുറച്ച് അപ്പുറത്ത് എടുക്ക. ആണോ? എന്നാ ഞങ്ങള് പോന്ന വഴിക്ക് വിടാം. വേണ്ട മോളെ, ഞാൻ ഇവിടെ നിന്ന് നടന്നു പോവാ. അയ്യോ സാർ, ഞങ്ങക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടിന്റെ അല്ല മോളെ, നടന്നു പോകാനൊരു രസമാ. എത്രയോ പാതിരാത്രികളിൽ ചവിട്ടി നടന്ന മണ്ണായത്. കുറെ കാലം പറ്റാണ്ടിരുന്നതല്ലേ. എന്നാ ഇറങ്ങാൻ മോളെ. ശരി. ആ ഷട്ടറിങ് മേടിക്കാം. മോളെ ചാവി. എന്നാ ശരി മക്കളെ, നിങ്ങൾ വിട്ടോ. ശരി. ഹലോ. അയാള് കവലിൽ നിന്ന് ഇറങ്ങി. ഏത് നിമിഷവും നിങ്ങളുടെ മുന്നിലെത്തും. തയ്യാറായിരുന്നോ? ശരി സാറേ.
സാറല്ലേ അത്? അതെ, അനീസ് സാറാണല്ലോ. ഏ, അയ്യോ മോളിക്കുട്ടി, മോളിക്കുട്ടി. ഏ, ഇവിടെ ഞാൻ എടാ! അയ്യോ അയ്യോ സർ, ചോര. അയ്യോ അയ്യോ സർ, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ മക്കളെ. വേണ്ട. അനീസ് സാറിനെ വിട്. ഏയ്, ഏയ്, വിടടാ. നിങ്ങൾ നിന്നെ കണ്ടല്ലോ അല്ലേ? സാർ, അനീസ് സാറേ, ആരാ സാറേ ഒമാരൊക്കെ? അറിയില്ല മോളെ, ഇതിപ്പോ രണ്ടാമത്തെ തവണയാ എന്നെ അവന്മാർ കൊല്ലാൻ നോക്കുന്നേ. അയ്യോ അയ്യോ, വലിയ മുറിവാണല്ലോ സാറേ. അതൊന്നും കുഴപ്പമില്ല മോളെ. വാ സാറേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അയ്യോ, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം സാറേ. സാർ ഇപ്പൊ വന്നേ. ഛെ, സാറേ വായു സാറേ, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ സാറേ, ഞങ്ങള് സമ്മതിക്കില്ല. സാർ വന്ന് വണ്ടി കയറേ. മോൾക്കുട്ടി, നീ വണ്ടി എടുത്തേ. വാ വാ സാറേ. ഇതിന്റെ പുറകിൽ ആരും ഉണ്ട് മോളെ, അതാരാണെന്ന് അറിഞ്ഞേ പറ്റൂ. അയ്യോ, സാർ ഇപ്പൊ വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വന്നേ, വാ സാറേ. കേറ് സാറേ, നീ കേറ്. മോൾക്കുട്ടി, നീ വണ്ടി എടുക്ക.